ഷൂട്ടിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ, തരക്കേടില്ല. നീ എന്തിനാടീ മോളെ വെറുതെ ഇങ്ങനെ അഭിനയിക്കുന്നത്? മഹിമ വീണ്ടും പഴയ സ്നേഹം കാണിച്ചതില് നിനക്ക് സന്തോഷമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്തിനാ അവളുടെ അടുത്ത് പിണങ്ങി നടക്കുന്നത്? അങ്ങനെയെല്ലാം മറക്കാൻ പറ്റുമോ? അവൾ എന്നോട് എന്തൊക്കെ കുത്തുവാക്കുകളാ പറഞ്ഞത്? അതിനൊക്കെ ആദ്യം അവൾ എന്നോട് മാപ്പ് ചോദിക്കട്ടെ. വെറുതെ എന്തിനാ ഇത്രയും വാശി കാണിക്കുന്നേ? ഞാൻ അവളുടെ ചേച്ചിയല്ലേ. എന്നെ കുറിച്ച് ബഹുമാനിച്ച അവക്ക് എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞിട്ട് അവക്ക് അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട്. ഭർത്താവ് വക്കീലാണെന്നുള്ള ധൈര്യം അവക്ക്. മഹിമ ആത്മാഭിമാനം കുറച്ച് കൂടുതലുള്ള കുട്ടിയാ. അവള് വാശിയെല്ലാം വേണ്ടാന്ന് വെച്ച് നിന്നോട് വന്ന് സംസാരിച്ചത് എന്നെ വലിയ കാര്യം. നിന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളോണ്ടാ അവൾ അതിന് തയ്യാറായത്. അവൾ ഇത്രയും ഇറങ്ങി വന്നതിന് ശേഷവും നീ അവളെ മൈൻഡ് ചെയ്യാതിരുന്ന പിന്നെ അവള് വാശിക്ക് നിന്നെ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് തെറ്റായ ചിന്തകളൊന്നും മനസ്സിൽ വരാൻ പാടില്ല. വെറുതെ ഇങ്ങനെ വാശി മനസ്സിൽ കൊണ്ട് നടക്കരുത്. അത് നമ്മുടെ കുഞ്ഞിനെയും ബാധിക്കും. നമ്മുടെ കുഞ്ഞിന് സ്നേഹമുള്ളൊരു ചെറിയമ്മയായി മഹിമയും കൂടെ ഉണ്ടാവണം. അത് ഈ കുഞ്ഞിന്റെ അവകാശമാ. ആ സ്നേഹം കുഞ്ഞിന് കിട്ടാതിരിക്കാൻ കാരണക്കാരി നീ ആവരുത്. എന്നാലും നീ തന്നെയല്ലേ പറയാറുള്ളത് മഹിമ നിനക്ക് സ്വന്തം മോളെ പോലെയാണെന്ന്? മക്കള് തെറ്റിയതാ ക്ഷമിക്കുകയല്ലേ വേണ്ടത്? നല്ലൊരമ്മ അങ്ങനെ ചെയ്യുക. അറിഞ്ഞോ അറിയാതെയോ അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചുകളാ. എന്നോട് അവക്കുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഗിരിയേട്ടനായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയല്ല. അവള് ഗിരിയേട്ടനെ എതിർക്കുമ്പോ എനിക്ക് എതിർക്കാതിരിക്കാൻ പറ്റുമോ? എന്നെ അവൾക്ക് വെറുക്കാൻ ശക്തമായൊരു കാരണമുണ്ട്. അത് മനസ്സിലാക്കി വേണം നീ പെരുമാറാൻ. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം സമ്മതിച്ച് അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങും. അങ്ങനെ സംഭവിക്കുന്നവരെ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ മഹിമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും.